പാടം കീറിക്കൊണ്ട് ഒരു യാത്ര. ഈ യാത്രയിൽ കണ്ട അതിമനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഏത് യാത്രകളിലും ഏത് തിരക്കിലും അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കാന് നിസ്കരിക്കാന് ഇവിടെ ഏർമാടം പോലെ ഒരു കുഞ്ഞ പള്ളി ഉണ്ട് കേട്ടോ. ഒരുപാട് പഴക്കമുള്ള പള്ളി, നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്ര നേരമൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കാൻ ഒരു ഇടം കിട്ടുക എന്ന് പറയുമ്പോൾ അത് എത്ര വലിയൊരു സന്തോഷമാണ് അല്ലേ. ഒരു വീട്ടിലേക്ക് നമുക്ക് കയറി ചെന്ന് അവിടെ വിശ്രമിക്കാൻ പറ്റൂല, പക്ഷെ അള്ളാന്റെ ഒരു പള്ളി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിശ്രമിക്കാം. അതാണ് അള്ളാന്റെ പള്ളി. ആകാശത്ത് നിന്ന് മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശം പോലെ അവർക്ക് കാണുമത്രേ ഭൂമിയിലെ അള്ളാഹുവിന്റെ പള്ളി. അത് എത്ര കുഞ്ഞ പള്ളിയാണെങ്കിലും ശരി, ഇവിടെ നോക്കാൻ നിങ്ങൾ എത്ര മനോഹരാണ്. പെരിന്തൽമണ്ണ ദേശീയപാതയുടെ അരികിൽ ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. 200 വർഷം പഴക്കമുള്ള വാൽപ്പാറയിലെ ഏർമാടം പോലെ നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ പള്ളി. പാടത്ത് പണിയെടുക്കുന്നവർക്കും യാത്രക്കാർക്കും കർഷക തൊഴിലാളികൾക്കും നമസ്കരിക്കാനും വിശ്രമിക്കാനും വേണ്ടി പണി കഴിപ്പിച്ച ഈ പള്ളി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു കൗതുകമായി ആളുകളുടെ മനസ്സിലുണ്ട് കേട്ടോ. മാത്രമല്ല പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വെള്ളമെടുക്കാൻ പള്ളിയുടെ തൊട്ടരികിൽ അവരൊരു ചെറിയ കിണറും സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. പച്ചപ്പ് ഇഷ്ടമല്ലാത്ത ആരങ്ങളെ കൂട്ടത്തിലുള്ളത് ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല അല്ലേ. പച്ചപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് പക്ഷികൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങൾ മരിക്കുകയാണ് എന്ന് ഉറപ്പായ സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ ഏതാണ്? അപ്പം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ കൂടുതൽ നിസ്കരിക്കണം എന്നല്ല, നോമ്പ് നോൽക്കണം എന്നല്ല, സ്വതക്ക കൊടുക്കണം എന്നല്ല, പിന്നെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഒരു മരം നട്ടുപിടിപ്പിക്കണം, ഒരു ചെടി നട്ടുപിടിപ്പിക്കണം. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു വിത്ത് കുഴിച്ചിടുകയും ആ വിത്ത് പിന്നെ പടർന്ന് പന്തലിച്ച് ഒരു മരമാവുകയും ആ മരത്തിൽ നിന്ന് വല്ല പക്ഷികളോ മനുഷ്യരോ ഭക്ഷിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്കൊരു സ്വതക്കയാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും നമ്മളെ പഠിപ്പിച്ചത്.